സാധാരണ ചെറിയ പൈസ കൊടുക്കുന്നില്ല. 35 ലക്ഷം ഇരിക്കൂർ സർവീസ് സഹകരണ ബാങ്കിൽ 25 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ട് ഒരു വർഷത്തിലധികമായി. ഓഡിറ്റ് റിപ്പോർട്ടിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നുള്ള കേസിൽ അന്വേഷണം നടന്നുവരികയാണ്. സെക്രട്ടറി PV മനീഷിനെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. 16 മാസത്തോളമായി മനീഷ് ഒളിവിലാണ്. ബാങ്കിന്റെ പ്രവർത്തനവും ഇപ്പോൾ അനിശ്ചിതത്വത്തിലാണ്. എന്നാൽ ശനിയാഴ്ച മറ്റ് ചില ആവശ്യങ്ങൾക്കായി ബാങ്ക് തുറന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ശക്തമായ പ്രതിഷേധവുമായി ബാങ്കിൽ എത്തുകയും ചെയ്തു. ഇവിടെ വരുന്ന ആൾക്കാരുടെ അവരുടെ സമയം നോക്കി അവർക്ക് വരാൻ പറ്റുള്ളൂ. അവരുടെ പൈസ ഇവിടെ ഉള്ളത്. അപ്പോൾ ശരിയാഴ്ച നിങ്ങൾ തുറന്നുകൊണ്ട് കുറച്ച് ആൾക്കാർ ഞാൻ ഒരു തെറ്റ് പറഞ്ഞ പക്ഷെ നിങ്ങൾ ക്യാമറ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ ഇത് പ്രവേശനമാണെന്ന് ഞാൻ പറഞ്ഞു. ആരാ ഉത്തരവാദിത്തപ്പെട്ട ഹെഡ് ജൂനിയർ ക്ലർക്കാരുടെ ഹെഡ് അല്ലേ? ജൂനിയർ ക്ലർക്കാരുടെ നമ്മളെ സാഹചര്യം ഉള്ളത് ജൂനിയർ നമുക്കൊരു വാക്ക് തന്നെ ഓർമ്മയില്ല. ഇപ്പൊ സ്വീകരിക്കുന്ന ഞാനിപ്പോ പറഞ്ഞോണ്ടിരിക്കുന്നത് നിങ്ങൾ കുറച്ച് ആൾക്കാർക്ക് സാധാരണക്കാരെ പറ്റി അത്ര തന്നെ. ഇത് കുറച്ച് വെള്ളം ആൾക്കാർക്ക് ഇവര് കൊടുക്കുന്നേയും കൊടുക്കുന്നുണ്ട്. ഇതിനുള്ളിൽ കൂടെ ഇടപാട് നടക്കുന്നതെന്ന് നമ്മൾ അറിയുന്നത്. ലോൺ എടുപ്പിക്കുന്നുണ്ട്, ഡെപ്പോസിറ്റ് പൈസ കൊടുക്കുന്നുണ്ട്. സത്യസന്ധമായി പൈസ കൊടുത്തിട്ടാന്ന് പറയാൻ പറ്റുമോ? കൊടുക്കുന്നുണ്ട്. നിയമപരമായിട്ട് അല്ലാണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ഇവര് കൃത്യമായിട്ട് ബാങ്ക് കൊടുക്കുന്നുണ്ട്. നമ്മളുള്ള സാധാരണ ചെറിയ പൈസ കൊടുക്കുന്നില്ല. നമ്മള് ആട്ടിളക്കോ ഡെയിലി ഡെപ്പോസിറ്റ് ഉണ്ടാവില്ലേ ലേഡീസിന്? കുറേ ലേഡീസ് സ്റ്റാഫ് ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ അവർ 5-6 ആളുണ്ട്. 5-6 ആൾക്കാർക്ക് ഞാൻ ഡെയിലി കൊടുക്കുന്നതാണ്. അപ്പോൾ ആ പൈസ എൻ്റെ ഇവിടെ ബ്ലോക്കായി കിടക്കുന്നു. ഇപ്പോൾ ഏതാണ്ട് ഒരു 1.5 ലക്ഷം രൂപയോളം എൻ്റെ ഇവിടെ ബ്ലോക്കായി കിടക്കുന്നതാണ്. കാരണം അവർ ബ്ലോക്കായി കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഇത്രയും കാലമായിട്ട് ഒരു ഇതുമില്ല. ഇതിലിപ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെയൊക്കെ വരും, ചോദിക്കും പോവും. അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങളെല്ലാം കണ്ട് അപ്പോൾ ഇവിടെ എന്തോ സംഭവം നടക്കുന്നതെന്ന് എനിക്ക് തോന്നലുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഇവർ ഇതിൻ്റെ ഉള്ളിലെ കൂടി പലർക്കും പൈസ കൊടുക്കുന്നുണ്ട്. അത് മനസ്സിലായിനി സംഭവം. ഇവർ വേണ്ടപ്പെട്ടവർക്ക് ഇവർ കൊടുക്കുന്നുണ്ട്. അവിടെ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് കിട്ടുന്നില്ല. ഇരിക്കൂർ സർവീസ് സഹകരണ ബാങ്കിൽ മുമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമുക്കറിയാം ഒരു വർഷത്തിലേറെയായി ഏറ്റവും വലിയ 25 കോടിയോളം തട്ടിപ്പ് നടത്തി എന്ന രീതിയിലുള്ള വാർത്ത നമ്മളെല്ലാവരും കണ്ടതാണ്. ഈ സമയം വരെയും ഇവിടുത്തെ നിക്ഷേപകർക്ക് അതിൻ്റെ പൈസ കൊടുക്കാൻ തയ്യാറായിട്ടുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് ഇവിടെ ശനിയാഴ്ചയാണ്. ഇന്നിവിടെ ബാങ്ക് തുറന്നിട്ടുണ്ട്. അത് വേറെ എന്തോ ആവശ്യങ്ങൾക്ക് തുറന്നതാണ്. എന്നാൽ ഇവിടെ കുറച്ച് നിക്ഷേപകർ വന്ന് ഇവിടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. അവരത് വാക്ക് തർക്കമായി. അത് ഷൂട്ട് ചെയ്ത് ഞങ്ങളെ അടക്കം അവർ പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ കയറി ഷൂട്ട് ചെയ്യാൻ അധികാരമില്ല എന്ന രീതിയാണ്. ആ അധികാരമില്ല എന്ന് പറഞ്ഞത് നമ്മൾ ചോദിച്ചു അത് ആരോടാണ് ചോദിക്കേണ്ടത്? അവർ പറഞ്ഞ് മാനേജറോട് ചോദിക്കണം. മാനേജർ ഇവിടെ, ഇവിടുത്തെ ആളുകൾ ഇവിടെ, ഇവിടുത്തെ സെക്രട്ടറി ഇവിടെ, ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഇവിടെ, ആരും ഇവിടെ ഇല്ല. പിന്നെ ആരോടാണ് നമ്മൾ ചോദിക്കേണ്ടത്? ഇത്രയും വലിയൊരു കോള നടന്നിട്ടും ഇവർക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ഞങ്ങൾ അവിടെ വിഷ്വൽ ഷൂട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇവർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും നല്ല രീതിയിൽ പ്രതിഷേധം ഉയരുന്നത്. ആളുകളൊക്കെ സങ്കടത്തിൽ തന്നെയാണ്. ഇത്രയും വലിയ പ്രശ്നമുണ്ടായിട്ടും ആ സെക്രട്ടറി അടക്കം മറ്റുള്ളവരെ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരൊക്കെ ഒളിവിലാണ്. 16 മാസത്തോളമായി സെക്രട്ടറി ഒളിവിൽ. ആ പ്രതിയെ കണ്ടെത്താൻ പോലീസുകാർക്കും കഴിഞ്ഞിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ബാങ്ക് വന്ന ആ സമയം തൊട്ട് ഇവിടെ ഭരിക്കുന്നത് UDF ആണ്. ആ UDFന്റെ ഭരണമാണ് ഈ സർവീസ് സഹകരണ ബാങ്കിൽ. നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ബാങ്കിലാണ് ഈ ഒരു സമയത്ത് ഒരു വർഷത്തിൽ മുമ്പ് ഇത്രയും വലിയൊരു കോഴ നടന്നിട്ടുള്ളത്. എന്തായാലും എത്രയും പെട്ടെന്ന് അവർക്ക്
അവർക്ക് വേണ്ട ഒരു നടപടി എടുക്കണം. ഇവിടുത്തെ പോലീസുകാർ എത്രയും പെടുന്ന പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് തന്നെയാണ് ആദ്യം തന്നെ പറയാനുള്ളത്. ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനൊപ്പം അതുൽ ബ്ലാത്തു, ഏജന്റ്.